ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്സ്, നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ചായപ്പൊടി നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും അല്ലേ. ചായപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് ഒരു ഏലക്ക എടുത്തിട്ട് കുത്തിയിട്ട്, പൊടിക്കൊന്നും വേണ്ട, നമ്മളിതുപോലെ ഒന്ന് കുത്തിയിട്ട് ഈ ഒരു ചായപ്പൊടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചായ റെഡിയാക്കുകയാണെങ്കിൽ ഈ ചായക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ചായപ്പൊടി നമ്മൾ ചായ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ചായക്ക് നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ കുടിക്കുന്ന ചായയില്ലേ, അതിൻ്റെ അതേ ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ചായ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചായപ്പൊടി ഇട്ട് ഒരു 2-3 മിനിറ്റ് സമയം നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ചായ ഒഴിക്കാൻ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ ഒരു ഗ്ലാസ് ചോറ് ഇട്ട് കൊടുത്തത്. അപ്പോൾ 2 കപ്പ് അരിയും കേട്ടോ, പച്ചരി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അളവ് ഞാൻ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് ഒന്നിലിട്ടിട്ട് വേണം അടിച്ചെടുക്കാൻ. നമ്മൾ തേങ്ങയായാലും പച്ചരി ആയാലും എല്ലാം നമ്മൾ അരക്കുമ്പോൾ ഒന്നിലിട്ട് അരക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടുന്നത്. ഞാനിത് കുറേ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മൾ 2-ലും 3-ലും 4-ലും 5-ലൊക്കെ 3-ലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ അതിനേക്കാളും നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നത് ഇതുപോലെ ഒന്നിലിട്ടിട്ട് അരക്കുമ്പോഴാണ്. ഞാനിതൊരു യൂട്യൂബറെ വീഡിയോയിൽ കണ്ടിട്ടാണ് ഇതുപോലെ ചെയ്യാറുള്ളത്. അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കട്ടിയിലാണ് അരച്ചത്. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി ഒഴിച്ചു കൊടുക്കാം. അധികം ഒഴിക്കരുത്. നമ്മൾ വെള്ളം ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം റെഡിയായി കിട്ടില്ല. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതാ നന്നായിട്ടിത് പൊങ്ങി വരും. അപ്പോൾ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം വെച്ചിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. നല്ല അടിപൊളി മുട്ട ചേർക്കാതെ മുട്ടയപ്പാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ എല്ലാ കറിയുടെ കൂടെയും കഴിക്കാൻ. അപ്പോൾ നമ്മൾ അളവ് കൃത്യമായിട്ടിരിക്കണം. 2 കപ്പ് അരിക്ക് 1 കപ്പ് ചോറ് എടുത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നിലിട്ടിട്ട് അടിക്കുക. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരക്കണം. പിന്നെ മാവ് അധികം ലൂസായി പോകരുത്. നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ഇഡ്ഡലി മാവല്ലേ, അതിൻ്റെയൊക്കെ ഇതിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചീനച്ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മുട്ടയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ കറിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. ചിക്കൻ കറി, ബീഫ് കറി, പിന്നെ മീൻ കറി, ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഡിന്നറായിട്ടും ഉപയോഗിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്സ്, ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് പച്ചരി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. പിന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ രണ്ടും കഴുകിയെടുത്തിട്ടുണ്ട്. പച്ചരിയിലോട്ട് ഞാനിതാ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇത് രാത്രിയിലാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഉഴുന്നിലേക്കും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് രാവിലെയാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നും
പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഉഴുന്ന് അരച്ച വെള്ളം തന്നെയില്ലേ, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കാസറോളിൽ മീഡിയം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള ഉഴുന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് പച്ചരി എടുത്തിട്ട് പച്ചരിയും കൂടി ഇതിലേക്ക് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് 3 കപ്പ് പച്ചരിക്ക് ഞാൻ ഇവിടെ 1 കപ്പ് ചോറാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പച്ചരി ഇട്ടിട്ട് അതിൽ ചോറ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഉഴുന്ന് നമ്മൾ കുതിർത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള പച്ചരിയും ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഉഴുന്ന് കുതിർത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു കാസറോളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറിലെ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒഴിച്ചു കൊടുക്കാവും, കൂടുതലായാലും വെള്ളം കൂടിപ്പോവും. എന്നിട്ട് ചെയ്തു കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ രാവിലെയാണ് ചെയ്യുന്നത്. നമ്മൾ രാത്രിയാണ് പച്ചരിയും ഉഴുന്നൊക്കെ അരച്ചത്. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു ആ ഒരു സമയം കൊണ്ട് ഇതിനുള്ള കറി തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. വെള്ളരി ഇത് കയ്പുള്ള വെള്ളരി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു കയ്പ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് ഇതിന് കുറച്ചധികം തന്നെ ഉപ്പിട്ട് കൊടുക്കണം, എന്നാലേ ഇതിൻ്റെ കയ്പ് പോവുകയുള്ളൂ. അത് നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഒരു 5-10 മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കയ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി സാമ്പാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലോട്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ പച്ചക്കറിയൊന്നും ഇല്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് സാമ്പാർ റെഡിയാക്കുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ പരിപ്പ് വേവിക്കില്ലേ, പരിപ്പ് നമ്മൾ വേറെ തന്നെയല്ലേ വേവിക്കുക. നമ്മൾ ഈ ഒരു സാമ്പാറിൻ്റെ കൂടെ തന്നെയാണ് പരിപ്പും വേവിച്ചെടുക്കുന്നത്. പക്ഷേങ്കിൽ സാമ്പാറിലിട്ടിട്ടല്ല, നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളൊരു കുട്ടികളുടെ ചോറ് പാത്രമില്ലേ, ടിപ്പിയില്ലേ, അപ്പോൾ ഇതുപോലുള്ള സ്റ്റീലിൻ്റെ ഒരു ചോറ് പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഈ പച്ചക്കറികൾ വേവിച്ചെടുക്കുന്ന അതിൽ ഇതുപോലെ നമ്മൾ ടിഫിൻ ബോക്സ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ പച്ചക്കറി വേവുന്ന ആ ഒരു സമയം നമ്മളെ ഈ പരിപ്പും വേവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി 2 എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇതിലേക്ക് ഒരു ചെറിയ പീസ് കറിക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂണ്
സാമ്പാർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തണിയാൻ വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതാ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ചൂടുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇത് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ആ പരിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പരിപ്പ് നമ്മൾ വേറെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസും ലാഭമാണ്, സമയവും ലാഭമാണ്. അപ്പോൾ ഇത് ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പച്ചക്കറികൾ വെന്തൊടയാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം നമ്മൾ സ്പൂൺ കൊണ്ട് മെല്ലനെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങയിൽ വെള്ളമൊന്നും ഒഴിച്ചെടുക്കുന്നില്ല, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ തേങ്ങ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് വറുത്തിട്ട് കൊടുക്കാൻ. എന്നിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ അത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാനിങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് കറിയിൽ നല്ല ടേസ്റ്റ്, നമ്മുടെ സാമ്പാർ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കായ്മുളക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ താളിച്ച് എടുക്കുന്ന ഈ ഒരു സമയത്ത് വേണം ഇതിലേക്ക് സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കാൻ. ഞാൻ സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ഇത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ ഫ്രൈ പാൻ അതുപോലെ ഈ ഒരു ഫ്രൈ പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ സാമ്പാർ പൊടി ഇട്ട് ഒന്ന് വാട്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മസാല ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാവ് 1 മണിക്കൂർ വെച്ച മാവ് നന്നായിട്ട് റെഡിയായിട്ടുണ്ട്, നല്ല പൊളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പത്തിരി കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഗീ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. ഈ ഒരു മസാലയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഇത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും തക്കാളി ഉള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് മസാല റെഡിയാക്കിയതാണ്. നമ്മൾ മസാല ദോശക്കുള്ള ഒരു മസാല തന്നെയാണ്. അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാഞ്ഞത് വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം. ഒട്ടും എണ്ണ കുടിക്കാതെ പുരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഓയിലിലോട്ട് ഒരു നുള്ളി പൊടിയുപ്പോ അല്ലെങ്കിൽ ഒരു കല്ലുപ്പോ ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല സോഫ്റ്റ് അതുപോലെ ഫ്ലഫി ആയിട്ടുള്ള പൊരി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു പൊരി നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്സ്, നമ്മളിതാ ഇതുപോലെ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചോറൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു മീഡിയം ടൈപ്പിൽ മാവ് റെഡിയാക്കി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. അധികം അങ്ങ് ലൂസായി പോര്. പിന്നെ ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലായിടത്തും നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ എത്തിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1.5 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളി
കണ്ണൂർ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ വെള്ളയപ്പമാണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. എല്ലാ കറിയുടെ കൂടെയും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഇനി അടുത്ത ടിപ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതും നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്തായാലും ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സായി കൊടുക്കാം. ഇത് അതിലും കുറച്ച് ലൂസായിട്ട് മാവ് റെഡിയാക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സാധാ ദോശയാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടി ഇതെവിടെ പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാനിൽ നമുക്ക് ഓയിലൊന്നും ആയി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 തവി മാവ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഭാഗം വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു മാവിൽ ഞാൻ ചോറൊന്നും ചേർക്കുന്നില്ല. നേരത്തെ നമ്മൾ വെള്ളയപ്പത്തിന് അരച്ച ആ ഒരു മാവ് തന്നെയാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എല്ലാ ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണ് കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്